നമ്മൾ ഇന്ന് കാണുന്ന ഈ മലയാള സിനിമാ താരങ്ങൾ വെള്ളിത്തിരയിലെ സൂപ്പർ സ്റ്റാർമാർ. പക്ഷേ സിനിമയിലെത്തും മുൻപ് ഇവരിൽ പലരും സാധാരണ ജോലികളിലായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഒരു വക്കീൽ, മറ്റൊരാൾ വെറ്റിനറി ഡോക്ടർ, ഒരാൾ ഫിസിയോതെറാപ്പിസ്റ്റ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, ഒരാൾ പോലീസ് എന്നിങ്ങനെ നിരകൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ആരാണ് ഈ താരങ്ങളെന്ന്? വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് ഒന്ന് ഗസ് ചെയ്ത് കമൻറ്റ് ചെയ്യാമോ? കൂടാതെ തന്നെ നിങ്ങളുടെ ഇപ്പോഴത്തെ ജോലി എന്താണെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. ആദ്യമായിട്ടുള്ളത് മുകേഷാണ്. മുകേഷ് സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു നാടക നടനായിരുന്നു. അടുത്തത് നരേനാണ്. നരേൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷണലായിരുന്നു ചെന്നൈയിൽ. അടുത്തത് ജയറാമാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് ജയറാം ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. അടുത്തത് അപ്പാനി ശരത് ആണ്. അപ്പാനി ശരത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ഡ്രാമ ടീച്ചറായിരുന്നു സ്കൂളിലും കോളേജിലുമൊക്കെ. അടുത്തത് ശ്രീനാഥ് ബാസിയാണ്. ശ്രീനാഥ് ബാസി റേഡിയോ ജോക്കിയായിട്ട് റെഡ് FM 93.5-ലും വീഡിയോ ജോക്കിയായിട്ട് കിരൺ ടിവിയിലും ജോലി ചെയ്തിട്ടുണ്ട്. അടുത്തത് കലാഭവൻ ഷാജോൺ ആണ്. കലാഭവൻ ഷാജോൺ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അടുത്തത് റോഷൻ മാത്യു ആണ്. റോഷൻ മാത്യു സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു നാടക നടനായിരുന്നു, കൂടാതെ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻറ് കൂടിയായിരുന്നു. അടുത്തത് ആൻ്റണി വർഗീസ് ആണ്. ആൻ്റണി വർഗീസ് സിംഗപ്പൂരിൽ ഒരു ഓഫീസ് ജോബായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് ചെയ്തിരുന്നത്. അടുത്തത് സുരേഷ് ഗോപിയാണ്. നടനും നാടക നടനുമായിരുന്നു സുരേഷ് ഗോപി സിനിമയിൽ വരുന്നതിന് മുമ്പ്. അടുത്തത് ബാലു വർഗീസ് ആണ്. ബാലു വർഗീസ് സിനിമയിൽ നടനാവുന്നതിന് മുമ്പ് ഒരു ബാലതാരം കൂടിയായിരുന്നു. അടുത്തത് കൃഷ്ണശങ്കർ ആണ്. കൃഷ്ണശങ്കർ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു നാടക നടനും ഒരു വിദ്യാർത്ഥിയുമായിരുന്നു. അടുത്തത് ലാലാണ്. ലാല് സിനിമാ നടനാവുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അടുത്തത് വിജയരാഘവനാണ്. വിജയരാഘവൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് അച്ഛൻ്റെ കൂടെ നാടകത്തിൽ അഭിനയിക്കുകയായിരുന്നു. അടുത്തത് ശ്രീനിവാസനാണ്. ശ്രീനിവാസൻ നടനാകുന്നതിന് മുമ്പ് സ്ക്രിപ്റ്റ് റൈറ്ററും ക്രിക്കറ്റർ കൂടിയുമായിരുന്നു. അടുത്തത് സിദ്ദിഖ് ആണ്. സിദ്ദിഖ് നടനാകുന്നതിന് മുമ്പ് KSEBയിൽ ജോലി ചെയ്തിട്ടുണ്ട്, കൂടാതെ സൗദിയിൽ ഇലക്ട്രീഷ്യനായും ജോലി ചെയ്തിട്ടുണ്ട്. അടുത്തത് ആൻസൺ പോൾ ആണ്. ആൻസൺ പോൾ സിനിമാ നടനാകുന്നതിന് മുമ്പ് മോഡലും IT പ്രൊഫഷണലുമായിരുന്നു. അടുത്തത് ബാബുരാജ് ആണ്. ബാബുരാജ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു അഡ്വക്കേറ്റ് ആയിരുന്നു. അടുത്തത് മനോജ് K. ജയൻ ആണ്. മനോജ് K. ജയൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ദൂരദർശൻ സീരിയലിൽ ആക്ടറായിരുന്നു. അടുത്തത് സൈജു കുറുപ്പാണ്. സൈജു കുറുപ്പ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു IT പ്രൊഫഷണലായിരുന്നു ടെലികമ്മ്യൂണിക്കേഷൻ സെക്ടറിൽ. അടുത്തത് അർജുൻ അശോകനാണ്. അർജുൻ അശോകൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. അടുത്തത് വിനീതാണ്. വിനീത് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു, കൂടാതെ അദ്ദേഹം ഒരു കലാപ്രതിഭ കൂടിയായിരുന്നു. അടുത്തത് പ്രണവ് മോഹൻലാലാണ്. സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അടുത്തത് വിജയ് ബാബു ആണ്. വിജയ് ബാബു സിനിമാ നടനാകുന്നതിന് മുമ്പ് കോർപ്പറേറ്റ് പ്രൊഫഷണൽ ആയിരുന്നു. അദ്ദേഹം COO ആയിരുന്നു ഏഷ്യാനെറ്റിൻ്റെയും സിത്താര TVയുടെയും. അടുത്തത് ഷെയ്ൻ നിഗമാണ്. ഷെയ്ൻ നിഗം നടനാകുന്നതിന് മുമ്പ് റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. ഷെയ്ൻ നിഗമിനെ പോലെ തന്നെ നീരജ് മാധവും റിയാലിറ്റി ഷോയിലെ കണ്ടസ്റ്റൻ്റ് ആയിരുന്നു. അടുത്തത് ജേക്കബ് ഗ്രിഗറിയാണ്. ജേക്കബ് ഗ്രിഗറി അക്കര കാഴ്ചകൾ, അതായത് ഒരു US സിറ്റ്കോം എന്ന പരിപാടിയിൽ അദ്ദേഹം TV ആക്ടർ ആയിരുന്നു. അടുത്തത് ഹരിശ്രീ അശോകനാണ്. ഹരിശ്രീ അശോകൻ സിനിമാ നടനാകുന്നതിന് മുമ്പ് ഒരു നാടക നടനായിരുന്നു. അടുത്തത് നിവിൻ പോളിയാണ്. നിവിൻ പോളി സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ഇൻഫോസിസിൽ. അടുത്തത് ചെമ്പൻ വിനോദാണ്. ചെമ്പൻ വിനോദ് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആയിരുന്നു.
അടുത്തത് സണ്ണി വെയിൻ ആണ്. സണ്ണി വെയിൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു IT പ്രൊഫഷണൽ ആയിരുന്നു. അടുത്തത് സുരാജ് വെഞ്ഞാറമൂടാണ്. സുരാജ് വെഞ്ഞാറമൂട് സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു മിമിക്രി ആർട്ടിസ്റ്റും റേഡിയോ ജോക്കിയുമായിരുന്നു. അടുത്തത് ജയസൂര്യയാണ്. ജയസൂര്യ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു മിമിക്രി ആർട്ടിസ്റ്റും TV ഹോസ്റ്റ് കൂടിയുമായിരുന്നു. അടുത്തത് വിനായകനാണ്. വിനായകൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ഡാൻസറും മ്യൂസീഷ്യനും കൂടിയായിരുന്നു. അടുത്തത് ഫഹദ് ഫാസിലാണ്. ഫഹദ് ഫാസിൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് US ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. അടുത്തത് ജോജു ജോർജ് ആണ്. ജോജു ജോർജ് സിനിമയിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അടുത്തത് ടൊവിനോ തോമസ് ആണ്. ടൊവിനോ തോമസ് കോഗ്നിസെന്റിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു സിനിമാ നടനാകുന്നതിന് മുമ്പ്. അടുത്തത് അജു വർഗീസ് ആണ്. HSBCയിൽ HR പ്രൊഫഷണൽ ആയിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ് അജുവിൻ്റെ പ്രൊഫഷൻ. അടുത്തത് പൃഥ്വിരാജ് സുകുമാരനാണ്. അദ്ദേഹം സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു വിദ്യാർത്ഥിയായിരുന്നു ഓസ്ട്രേലിയയിൽ. അടുത്തത് ആസിഫ് അലിയാണ്. ആസിഫ് അലി സിനിമയിൽ വരുന്നതിന് മുമ്പ് വീഡിയോ ജോക്കിയും മോഡൽ കൂടിയുമായിരുന്നു. അടുത്തത് ഉണ്ണി മുകുന്ദനാണ്. ഉണ്ണി മുകുന്ദൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് അഹമ്മദാബാദിൽ ഒരു IT പ്രൊഫഷണൽ ആയിരുന്നു. അടുത്തത് ഇന്ദ്രജിത് സുകുമാരനാണ്. ഇന്ദ്രജിത് സുകുമാരൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു അമേരിക്കൻ കമ്പനിയിൽ. അടുത്തത് സൗബിൻ ഷാഹിർ ആണ്. സൗബിൻ ഷാഹിർ നടനാകുന്നതിന് മുമ്പ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അടുത്തത് വിനീത് ശ്രീനിവാസനാണ്. നടനാകുന്നതിന് മുമ്പ് വിനീത് ശ്രീനിവാസൻ ഒരു സിംഗറും എഞ്ചിനീയറും ഒരു ഡയറക്ടർ കൂടിയുമായിരുന്നു. അടുത്തത് ബിജു മേനോനാണ്. ബിജു മേനോൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. അടുത്തത് ധ്യാൻ ശ്രീനിവാസനാണ്. ധ്യാൻ ശ്രീനിവാസൻ സിനിമാ നടനാകുന്നതിന് മുമ്പ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ കൂടിയായിരുന്നു. അടുത്തത് കുഞ്ചാക്കോ ബോബനാണ്. കുഞ്ചാക്കോ ബോബൻ സ്വന്തം അച്ഛൻ്റെ ബിസിനസ് ഫാമിലി ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു സിനിമയിൽ വരുന്നതിന് മുമ്പ്. അടുത്തത് ദുൽഖർ സൽമാനാണ്. ദുൽഖർ സൽമാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു ബിസിനസ് മാനേജറായിരുന്നു ഒരു ദുബായ് കമ്പനിയിൽ, IT കമ്പനിയിൽ. അടുത്തത് ഷൈൻ ടോം ചാക്കോ ആണ്. ഷൈൻ ടോം ചാക്കോ സിനിമാ നടനാകുന്നതിന് മുമ്പ് ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു. അടുത്തത് ദിലീപാണ്. നടനാകുന്നതിന് മുമ്പ് ദിലീപ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിരുന്നു. അടുത്തത് മോഹൻലാൽ അല്ല, മമ്മൂട്ടിയാണ്. മമ്മൂട്ടി സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു വക്കീലായിരുന്നു. അടുത്തത് മോഹൻലാൽ ആണ്. മോഹൻലാൽ സിനിമയിൽ വരുന്നതിന് മുമ്പ് ഒരു പ്രൊഫഷണൽ റെസ്ലർ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് താരങ്ങളുടെ, അതായത് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട താരങ്ങളുടെ സിനിമയിൽ വരുന്നതിന് മുമ്പുള്ള ജോലി എന്ന് പറയുന്നത്. ഇവരിൽ ആരുടെ പഴയ ജോലിയാണ് നിങ്ങളെ ഏറ്റവും ഞെട്ടിച്ചതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് എന്ന് ആക്ഷൻ ഹീറോ ആയത് അതിശയമല്ലല്ലോ. അതുപോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇപ്പോൾ ബോക്സ് ഓഫീസ് കിങ് ആയതോ. കൂടാതെ തന്നെ ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഇന്ന് മലയാള സിനിമയല്ല സൗത്ത് ഇന്ത്യൻ സിനിമ അടക്കി വാഴുന്നതോ. അവരുടെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒന്നാണ്, സ്വപ്നം പിന്തുടരാൻ ഒരിക്കലും വൈകിയിട്ടില്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരം രസകരമായ സിനിമാ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ഷെയർ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ചാനലിലെ പുരോഗതിക്കും അത് വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റ, ബൈ ബൈ.